സോ ഹായ്, വെൽക്കം. റിയൽമി 15 Pro ഈ രണ്ട് ഫോൺ കഴിഞ്ഞ ആഴ്ച റിയൽമി ഇറക്കി. സോ വലിയ ഒരു എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു ഫീച്ചേഴ്സ് ഒന്നും അതിലില്ല. ഞാൻ കണ്ടില്ല, എനിക്കെന്തോ അങ്ങനെ കണ്ടില്ല. അതിന് വില വരുന്നത് ഏകദേശം 33 സംതിങ് റേഞ്ച്. 33 റേഞ്ചിന് 15 സീരീസ് നിങ്ങൾ എടുക്കണ്ടെന്ന് ഞാൻ പറയാം. 15, 14, 13 ആ റേഞ്ചിലേക്ക് പോകാണ്ട് റിയൽമിയുടെ മറ്റേ റേഞ്ചിലേക്ക് നിങ്ങൾ ചാടാം. അതായത് റിയൽമി GT സീരീസ്, റിയൽമി GT6 എന്ന് പറയുന്ന ഫോണുണ്ട്. ആ ഫോൺ നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഇപ്പോൾ എനിക്ക് തോന്നുന്നു 28 കേക്ക് നിങ്ങൾക്ക് കിട്ടും. അതായത് 8GB 256GB വേരിയൻറ്റിന് 28,000 നിങ്ങൾക്ക് ഫ്ലിപ്കാർട്ടിൽ കിട്ടും. ആ ഫോണും ഈ ഫോണും നിങ്ങൾ കമ്പയർ ചെയ്താൽ മതി. അതായത് റിയൽമി GT6 എന്താണെന്ന് വെച്ചാൽ സ്നാപ്ഡ്രാഗൺ 8 Gen 3 പെർഫോമൻസ് ഡൺ, LPDDR5X RAM, UFS 4.0, പിന്നെന്താ 5500 mAh ബാറ്ററി, 120 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജർ എന്ന് പറയേണ്ടത്. പിന്നെ 50+50 മറ്റേ ആ ക്യാമറ. ഈ റിയൽമി 15 സീരീസിൽ അവർ പറയുന്നത് അതാ 50 എന്ന് പറയുന്നത് ബാക്കിൽ 2 50, ഫ്രണ്ടിലുള്ളത് 50 എന്നല്ല. 50 ബാക്കിൽ 3 ക്യാമറ 50 എന്നല്ല അവർ പറയുന്നത്. ഈ സെയിം സാധനമാണ് റിയൽമി GT6 50 ക്യാമറ മെയിൻ ക്യാമറ, 50MP 2x ടെലിഫോട്ടോ ലെൻസ്, പിന്നെയുള്ളത് 8MP അൾട്രാ വൈഡ്. അത് വലിയ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. പക്ഷേ ഈ 2 ക്യാമറ വെച്ച് എടുക്കുന്ന ഫോട്ടോസ് അടിപൊളിയാണ്. സോ നിങ്ങൾക്ക് ഇത്ര നല്ലൊരു ഓൾറൗണ്ടർ ഫോൺ 28,000 രൂപയ്ക്ക് കിട്ടുമ്പോൾ നിങ്ങൾ എന്തിനാ വെറുതെ 15 സീരീസിലേക്ക് പോകണം? അതിലേതാ 7 Gen 4 അങ്ങനെ എന്താണെന്ന് തോന്നിയിരിക്കണം. ഒരു വലിയ പ്രത്യേകിച്ച് ഗുണമില്ല എന്നല്ല, ഇത് വെച്ച് നമുക്ക് കമ്പയർ ചെയ്യുമ്പോൾ കാര്യമില്ല. 8 Gen 3 അത്യാവശ്യം നല്ലൊരു ചിപ്സെറ്റാണ്. പിന്നെ പറയാൻ എന്താ, അത്രയ്ക്കൊക്കെ ഉള്ളൂ. അതായത് നിങ്ങൾ ഈ 13, 14, 15 ഈ സീരീസ് എന്തിനാണോ അങ്ങനെ ഇപ്പോൾ GT6 ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഏകദേശം 41 അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ഒരു വർഷം മുമ്പ് അവർ അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. പക്ഷെ അപ്പോൾ അത് ഓവർ പ്രൈസാണ്. ആ ഒരു പ്രൈസിന് അത് അത്ര ജസ്റ്റിഫൈഡ് അല്ല. പക്ഷെ ഇപ്പോൾ അത് നോക്ക് നിങ്ങൾ 28 നിങ്ങൾക്കത് കിട്ടും. 28 രൂപയ്ക്ക് ഇത്ര ഓൾറൗണ്ടർ ഫോൺ വേറെ ഏതുള്ള. ഷവോമിയുടെ CV ഉണ്ട് ഇപ്പോൾ. CV എനിക്ക് ഇത്ര 30,000 സംതിങ് കിട്ടും നിങ്ങൾക്ക്. ഈ 2 ഫോൺ അല്ലാണ്ട് വേറൊരു ഫോൺ ഞാൻ പറയില്ല ഈ റേഞ്ചിൽ നല്ലത്. എന്തുകൊണ്ടാണ് ആൾക്കാരൊന്നും ഇതിനെപ്പറ്റി പറയാത്തതെന്ന് എനിക്കറിയില്ല. ഈ റിയൽമി 15 അല്ലെങ്കിൽ മറ്റ് സീരീസ് ഫോണുകൾ എടുക്കുന്നേക്കാളും നല്ലത്, അതായത് ഇപ്പോൾ OnePlusൻ്റെ Nord 5, ഇപ്പോൾ Nord 5 ഇറങ്ങിയില്ലേ, എനിക്ക് വലിയ കാര്യമായിട്ട് തോന്നിയിട്ട് ഇതെടുക്കുക, GT6 എടുക്കുക, അല്ലെങ്കിൽ ഷവോമിയുടെ CV2 എടുക്കുക. രണ്ടിനും ഏകദേശം സെയിം സ്പെക്കാണ്. പക്ഷേ ക്യാമറ വൈസ് നോക്കുമ്പോൾ ചിലപ്പോൾ CV2 കുറച്ചും കൂടി മുകളിൽ നിൽക്കുമായിരിക്കും, എനിക്കറിയില്ല. ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അത് വേണമെങ്കിൽ നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക. പക്ഷേ ഈ 2 ഫോണ് ഈ റേഞ്ചിൽ ഉണ്ട്, അവൈലബിൾ ആണ്. ഈ 2 ഫോൺ 30,000 താഴെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ 1 വർഷം മുമ്പല്ലേ ഇറങ്ങിയിട്ടുള്ളൂ. 3 വർഷം സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, 4 വർഷം സെക്യൂരിറ്റി അപ്ഡേറ്റ്, 1 വർഷം കഴിഞ്ഞു. ശരിയാണ്. ഇനി 2 വർഷത്തിൽ കൂടി നമുക്ക് സുഖമായിട്ട് യൂസ് ചെയ്യാം. ഒരു പ്രശ്നമില്ല. 256GB, അതായത് 256ൻ്റെ വേരിയൻറ്റാണ്. ഇനി 512 വേണമെങ്കിൽ അത്ര 32, 33 കിട്ടും. ആ പ്രൈസിനാണ് ഇപ്പോഴത്തെ 15 സീരീസ് ഇറക്കിയാണ്. സോ ഒരിക്കലും എനിക്ക് 15 സീരീസ് ഒരിക്കലും ജസ്റ്റിഫൈഡ് ആയിട്ട് തോന്നിയിട്ടില്ല. നിങ്ങൾ റിയൽമിയുടെ ഒരു ഫോൺ വാങ്ങാനാണെങ്കിൽ GT6 വാങ്ങാം. മറ്റേ ക്വാഡ് കർവ്ഡ് അല്ല, മറ്റേ 2 സൈഡിലും കർവ്ഡ് ആയിട്ടുള്ള സ്ക്രീനാണ്. 1 വർഷം ഇറങ്ങുന്ന എല്ലാ ഫോണും ഏകദേശം ആ റേഞ്ച് ആയിരിക്കും. കർവ്ഡ് സ്ക്രീൻ ഇഷ്ടമില്ല എന്നുള്ളവർക്ക് അത് വാങ്ങേണ്ട ആവശ്യമില്ല, എനിക്കറിയില്ല. ഞാനിപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അത്യാവശ്യം 1 ഡേ ഫുൾ ബാറ്ററി ലൈഫ് കിട്ടും. ആൻഡ്രോയിഡ് സ്കോർ ഒരു 1.4 മില്യൺ കിട്ടുന്നുണ്ട്. പിന്നെ ക്യാമറ സാമ്പിൾസ് ഒക്കെ അതേ നോക്കി നോക്ക്, ഇങ്ങനെയൊക്കെയാണ്. അടിപൊളിയാണ്. ഡേ ലൈറ്റ് ആണെങ്കിലും ലോ ലൈറ്റ് ആണെങ്കിലും വീഡിയോ എടുക്കുകയാണെങ്കിലും, അതായത് OIS ഈ അത്യാവശ്യം ഷേക്കിംഗ് ഇല്ലാത്ത വീഡിയോസൊക്കെ അത്യാവശ്യം അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇൻഡോർ ഫോട്ടോസ് ആണെങ്കിലും ഇൻഡോർ ഫോട്ടോസൊക്കെ നോക്കിയോ അത്യാവശ്യം നല്ലതായിട്ട് കിട്ടിയുള്ളൂ. അതായത് നിങ്ങൾക്കൊരു ഇപ്പോൾ ഈ ഫോൺ വെച്ച് DSLR ലെവൽ ഫോട്ടോ എടുക്കാൻ അറിയില്ല എന്നറിയാലോ. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊരു നല്ലൊരു സംഭവം കിട്ടി, നിങ്ങൾക്ക് പെട്ടെന്നൊരു ഫോട്ടോ എടുക്കണം എന്ന് വിചാരിക്കുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്നൊരു ഫോട്ടോയാണിത്. എടുക്കാൻ പറ്റുന്നൊരു ഫോണാണിത്. 3x 2x ഫോട്ടോ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ദാറ്റ് വർക്ക്സ് വെരി ഫൈൻ. സോ അത്രയ്ക്കൊക്കെ ഉള്ളൂ. GT6 നല്ലൊരു ഓപ്ഷനാണ്. ആൻഡ് ഓൾസോ ഇതിന് മുമ്പ് ഞാൻ യൂസ് ചെയ്തിരുന്ന GT2 എന്ന് പറഞ്ഞൊരു ഫോൺ, ഇതിൻ്റെ മുമ്പുള്ളത്. ഈ GT2 പോലും ഇപ്പോൾ പുഷ്പം പോലെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ ആ ഫോൺ അമ്മയ്ക്ക് കൊടുത്തു. അമ്മ ഇപ്പോൾ അത് സിമ്പിൾ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ കിട്ടുന്ന ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫികളുണ്ട്, അടിപൊളി. അതിൻ്റെ മെയിൻ ക്യാമറ വെച്ചെടുക്കുന്നത്, മറ്റേ 2 ക്യാമറയും കാര്യമില്ല. മറ്റേത് അൾട്രാവൈഡ് ഇട്ടും മൈക്രോ 2MP അത് കാര്യമില്ല. പക്ഷേ മെയിൻ ക്യാമറ വെച്ചെടുക്കുന്നത് അടിപൊളിയായിരുന്നു. ഞാനിത് ഇപ്പോഴും, അതായത് ലാഗോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഇപ്പോഴും നല്ല രീതി. 2022 ഞാൻ വാങ്ങിയ ഫോൺ, 2022 3 കൊല്ലം മുന്നേ. സോ സ്റ്റിൽ ഇറ്റ്സ് വർക്കിംഗ് വെരി ഫൈൻ. സോ അതാ പറയുന്നത്, അതിപ്പോഴും യൂസ് ചെയ്യാൻ 3 കൊല്ലത്തിനിപ്പുറം അത് അടിപൊളിയായിട്ട് അത് വർക്കായിട്ടിരിക്കണേ. സോ GT6 ഓപ്റ്റ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനായിരിക്കും. GT സീരീസ് ഓപ്റ്റ് ചെയ്യാൻ നല്ല ഓപ്ഷനായിരിക്കും. GT7ലേക്ക് പോകണം. GT7 കുറച്ചും കൂടി ഓവർ പ്രൈസ്ഡാണ്. GT6 വരെയുള്ള ഓപ്ഷൻ നിങ്ങൾ എടുക്കുക. GT60 വലിയ കാര്യമില്ല, എനിക്കറിയില്ല. GT6 എടുക്കുക, വേറെ ഞാൻ പറയുന്നില്ല. 15 നല്ല GT6 എടുക്കുക. റിയൽമി എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ, അല്ലെങ്കിൽ റിയൽമി 15 എടുക്കാൻ ഉദ്ദേശിക്കുന്നവർ. ഓക്കെ, അത്രേ ഉള്ളൂ. ബൈ, സി യു.